ബഹുമാന്യനായ പ്രധാനമന്ത്രിജി, ഞങ്ങൾ വിദേശയാത്ര കുറയ്ക്കാം, അങ്ങും അതൊന്ന് കുറയ്ക്കണമേ. ഞങ്ങളുടെ കയ്യിൽ കിടക്കുന്ന കാശെടുത്ത് ഞങ്ങളുടെ ടാക്സ് വാങ്ങിക്കൊണ്ട് അങ്ങ് ഉലകം ചുറ്റുന്ന മന്നനായി ലോകത്തിന്റെ ഗുരുജിയായിട്ടൊക്കെ അറിയാനായിട്ട് ഈ പാഞ്ഞു നടക്കുമ്പോൾ ഞങ്ങളോട് ഈ പറയുന്ന ഉപദേശം അങ്ങയുടെ ജീവിതത്തിൽ ഒന്ന് പ്രായോഗികമാക്കണേ. അതിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ സഞ്ചി എടുത്തുകൊണ്ട് നമ്മൾ സ്വർണ്ണക്കടയിലേക്കാണല്ലോ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അവിടുന്ന് സ്വർണ്ണം കൂടുതൽ വാങ്ങിക്കൊണ്ട് നമ്മുടെ പത്താഴത്തിനുള്ളിൽ ഒളിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ജീവിക്കാൻ മാർഗം ഉണ്ടാകുകയില്ല, നമ്മുടെ പൈസ എല്ലാം ഡെഡ് മണി ആയിട്ട് പോകും എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. രാവിലെ എഴുന്നേറ്റിട്ട് യാത്ര ചെയ്യാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ സാധ്യമാണെങ്കിൽ നടന്നു പോവുക. കുറെ ദൂരം നടക്കുന്ന ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്, യോഗ ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കുറെ നടക്കുക, ബാക്കി ഏതെങ്കിലും ഒരു ടാക്സി പിടിച്ചോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിലൊക്കെ കയറി ഒന്ന് പോയി നോക്കി. അപ്പൊ നമുക്ക് നമ്മുടെ രാജ്യത്ത് ഈ ഇന്ധനത്തിന്റെ ഉപയോഗമൊക്കെ ഒരുപാട് പറയാനായിട്ട് സാധിക്കും. നമ്മളെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിജി മുമ്പ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അന്നത്തെ പ്രധാനമന്ത്രിജിയോട് വളരെ പരിഹാസമായിട്ട് പറയുമായിരുന്നു, നിങ്ങൾ $1 100 ആക്കി മാറ്റും എന്ന്. ഇപ്പം ആ പരിഹസിച്ചതായിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രിജിയുടെ കാലത്ത് തന്നെ ഇങ്ങനത്തെ ഒരു ഗതികളിലൂടെ അദ്ദേഹത്തിന് കടന്നു പോകേണ്ടി വരുന്നു എന്നുള്ളതാണ് കാലത്തിന്റെ നീതി വ്യവസ്ഥ എന്ന് പറയുന്നത്. ഏവർക്കും സ്നേഹവന്ദനം. നമ്മളേറെ കാത്തുകൊണ്ടിരുന്ന നമ്മുടെ കേരളത്തിന് ഒരു മുഖ്യമന്ത്രിയെ ലഭ്യമായതിലുള്ള സന്തോഷവും പുതിയ മുഖ്യമന്ത്രി ശ്രീ VD സതീശന് എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും ഇനിയുള്ള നാളുകളിൽ ദൈവിക അനുഗ്രഹവും അദ്ദേഹത്തിന് മേലുണ്ടാകട്ടെ എന്ന് ആരംഭത്തിൽ തന്നെ ആശംസിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ഈ ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ കേൾക്കാറുള്ള ഒരു പ്രത്യേക വാചകമുണ്ട്. എന്താണെന്നറിയണ്ടേ? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഭയങ്കര പുരോഗതിയാണ്, പുരോഗതി അങ്ങേ അറ്റം കിടക്കുകയാണ്, ഇവിടെ ഒരു പുരോഗതിയില്ല, ഇവിടെ മുഴുവൻ അധോഗതിയാണ് എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ, പ്രത്യേകിച്ച് സംഘപരിവാറും അവരോട് ചേർന്ന് നിൽക്കുന്ന ക്രൈസ്തവ സമൂഹത്തിലെ ചില ആളുകളൊക്കെ അതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെയൊക്കെ വിചാരം നേരാണ്, മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഭയങ്കര എന്തോ നടക്കുന്നുണ്ട്, ഇവിടെ ഒന്നുമില്ല എന്നുള്ളത്. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ചെല്ലുമ്പോഴാണ് നമ്മൾ എവിടെ ജീവിക്കുന്നത്, എത്ര ഉന്നതമായ ജീവിത നിലവാരമാണ് നമുക്കുള്ളതെന്ന്. ഇനിയിപ്പം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, മറിച്ച് BJP ഭരിക്കുന്ന നമ്മുടെ രാജ്യത്തെക്കുറിച്ചാണ്. BJPയുടെ പൂർണ്ണ അധികാരത്തോടുകൂടെയുള്ള ഭരണം നടക്കുന്ന നമ്മുടെ ഇന്ത്യയിലെ സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഇന്നത്തെ നമ്മുടെ സാമ്പത്തിക മാന്ദ്യവും അതിൻ്റെ കാരണങ്ങളും നമുക്ക് ഒന്ന് സംസാരിക്കുന്നത് നന്നായിരിക്കും. ഈ എക്കണോമിക് റിസഷൻ അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യം എന്നത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച കുറയുന്ന അവസ്ഥയാണ്. കമ്പനികൾക്ക് ലാഭം കുറയുന്നു, തൊഴിലവസരങ്ങൾ കുറയുന്നു, ജനങ്ങളുടെ ചെലവിടൽ ശേഷി കുറഞ്ഞു പോകുന്നു. ഇന്ത്യ പോലുള്ള വലിയ വികസ്വര രാജ്യങ്ങൾക്കും ഇത്തരം സാമ്പത്തിക സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. സാമ്പത്തിക മാന്ദ്യകാലത്ത് ഇന്ത്യക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് തൊഴിലില്ലായ്മ വർദ്ധിക്കും. സാമ്പത്തിക മാന്ദ്യം വന്നാൽ പല കമ്പനികളും പുതിയ ആളുകളെ ജോലിയിൽ എടുക്കുന്നത് നിർത്തുക മാത്രമല്ല, ഉള്ള ആളുകളുടെ ശമ്പളം കുറയ്ക്കാൻ ശ്രമിക്കും, കുറച്ചുപേരെയൊക്കെ പിരിച്ചുവിടുകയും ചെയ്യും. പ്രധാനമായി IT മേഖല, നിർമ്മാണ മേഖല, ടൂറിസം മേഖല, വാഹന വ്യവസായ മേഖല, ഇവയ്ക്കൊക്കെ കൂടുതൽ ബാധ്യതകൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു ദുരന്തം. ദിവസവേതന തൊഴിലാളികളും യുവാക്കളുമാണ് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുക എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത്. രണ്ടാമതായിട്ട് ചെറിയ വ്യാപാരങ്ങൾ തകർച്ചയിലേക്ക് പോകും. ജനങ്ങൾ ചെലവ് കുറയ്ക്കുന്നതിനാൽ കടകളിലെ വിൽപ്പന കുറയും, ബിസിനസ് ലാഭം കുറയും, ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും, ചെറിയ സ്ഥാപനങ്ങൾ അടഞ്ഞു പോകാനും സാധ്യതയുണ്ട്. മൂന്നാമതായിട്ട് കർഷകർ പ്രതിസന്ധിയിലാകും. സാമ്പത്തികം മന്ദഗതിയിലായാൽ കൃഷി വസ്തുക്കളുടെ വില കുറയും, വളവും ഇന്ധനവും വില കൂടും, അതുപോലെ വിപണിയിൽ ആവശ്യകത കുറയും. ഇത് കർഷകരെ സംബന്ധിച്ച് കൂടുതൽ കടബാധ്യതയിലേക്ക് അവരെ തള്ളിവിടുകയും ചെയ്യും. നാലാമതായിട്ട് ദാരിദ്ര്യം വർദ്ധിക്കും. വരുമാനം കുറയുമ്പോൾ കുടുംബങ്ങൾ ഭക്ഷണ ചെലവ് കുറയ്ക്കുകയും കുട്ടികളുടെ പഠനം നിർത്തേണ്ടി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ നമ്മൾക്ക് ബുദ്ധിമുട്ടും. ഇടത്തരം കുടുംബങ്ങൾക്കും വലിയ സമ്മർദ്ദം ഉണ്ടാകും. ഇന്ത്യയിൽ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട് ആഗോള സാമ്പത്തിക പ്രശ്നങ്ങളാണ്. ഇന്ത്യ ലോക സാമ്പത്തിക വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ചൈന പോലുള്ള രാജ്യങ്ങളിൽ സാമ്പത്തിക പ്രശ്നമുണ്ടായാൽ ഇന്ത്യയുടെ കയറ്റുമതി, വിദേശ നിക്ഷേപം, വ്യവസായ വളർച്ച ഇവയെല്ലാം തന്നെ ബാധിക്കപ്പെടുമെന്നതിന് യാതൊരു സംശയമില്ല. രണ്ടാമതായിട്ട് വിലക്കയറ്റം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ. നമുക്കറിയാവുന്ന പോലെ പെട്രോൾ, അതേപോലെ തന്നെ ഗ്യാസ്, കൂടാതെ തൽഫലമായിട്ട് ഭക്ഷണത്തിന്റെ ഒക്കെ വില കൂടുന്ന സമയത്ത് സാധാരണ ജനങ്ങളുടെ ചെലവ് വർദ്ധിക്കും. ഇപ്പോൾ തന്നെ നാടൻ ഭക്ഷണശാലകളിലൊക്കെ 10-12 രൂപ മാത്രം വിലയുണ്ടായിരുന്ന ചായക്ക് ഇപ്പോൾ തന്നെ 18-20 രൂപയായിട്ട് വർദ്ധിക്കാനിടയായിത്തീർന്നു. അപ്പൊ എന്ത് ചെയ്യും? വാങ്ങാനുള്ള ശേഷി കുറയും. ഇത് സമ്പദ് വ്യവസ്ഥയെ മന്ദഗതിയിലാക്കും.
മൂന്നാമതായിട്ട് ബാങ്കിങ് മേഖലകളുടെ പ്രശ്നങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. ബാങ്കുകൾക്ക് കിട്ടാനുള്ള വായ്പകൾ തിരികെ കിട്ടാതെ ആകുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? പുതിയ വായ്പകൾ കൊടുക്കാതിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ബിസിനസ് വളർച്ച തടസ്സപ്പെടും. അന്നേരം എന്താ സംഭവിക്കുക? തൊഴിലവസരങ്ങൾ ഇല്ലാതെയാകും. നാലാമതായിട്ട് പ്രകൃതി ദുരന്തങ്ങളും മഹാമാരികളും, പ്രളയം, വരൾച്ച, ചുഴലിക്കാറ്റ് കൂടാതെ COVID-19 പോലുള്ള മഹാമാരികൾ സമ്പദ് വ്യവസ്ഥയെ വലിയ രീതിയിൽ ബാധിക്കും. കോവിഡ് സമയത്ത് നമുക്കറിയാം, ഫാക്ടറികൾ പലതും അടച്ചിടുകയുണ്ടായി, തൊഴിലില്ലായ്മ വർദ്ധിച്ചു, വ്യാപാരം കുറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള ഈ സാഹചര്യത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രിജി ഒരു വലിയ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. എന്താണത്? അദ്ദേഹം പറയുന്നത് സ്വർണം വാങ്ങൽ കുറയ്ക്കാനും യാത്രകളെല്ലാം കുറയ്ക്കാനുമാണ് ആവശ്യപ്പെടുന്നത്. സ്വർണം വാങ്ങുന്നത് കുറയ്ക്കണം എന്ന് പറയാനൊരു കാരണമുണ്ട്. കാരണം രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ സഞ്ചി എടുത്തുകൊണ്ട് നമ്മൾ സ്വർണ്ണക്കടയിലേക്കാണല്ലോ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടുന്ന് സ്വർണം കൂടുതൽ വാങ്ങിക്കൊണ്ടുവന്ന് നമ്മുടെ പത്തായത്തിനുള്ളിൽ ഒളിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ജീവിക്കാൻ മാർഗം ഉണ്ടാകുകയില്ല, നമ്മുടെ പൈസയെല്ലാം ഡെഡ് മണി ആയിട്ട് പോകും എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് ചിലരൊക്കെ പരിഹസിച്ച് പറയാറുണ്ട്. അതല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്വർണങ്ങളും ഒക്കെ വാങ്ങി വെച്ച് കഴിയുമ്പോൾ ക്രയവിക്രയങ്ങൾ വളരെയധികം കുറയും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഈ സാഹചര്യത്തിൽ ആളുകൾ ഡെഡ് മണിയായിട്ട് തങ്ങളുടെ ഇംഗത്തെ എല്ലാം ആക്കി തീർത്തു കഴിഞ്ഞാൽ അത് കമ്പോളത്തിലേക്ക് ഇറങ്ങുകയില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? വളരെ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാവും. തന്നെയല്ല, ഈ സ്വർണ്ണമൊക്കെ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതാണ്. അപ്പൊ ഇതൊക്കെ വിദേശ പണമായിട്ട് മാറും. നമ്മുടെ പൈസയൊക്കെ വിദേശത്തേക്ക് ഡോളർ വഴിയായിട്ട് പോവുകയും അങ്ങനെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും ചെയ്യുമെന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം സ്വർണം വാങ്ങുന്നത് കുറയ്ക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, അനാവശ്യ വിദേശ യാത്രകൾ ഒഴിവാക്കണം. തീർച്ചയായിട്ടും രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ട് വിദേശത്തേക്ക് പോകാനുള്ള ആഗ്രഹമൊക്കെ ഉള്ളവരായിരിക്കും. പക്ഷെ ആഗ്രഹം കുറയ്ക്കണം എന്നുള്ളതും കൂടെയാണ് അതിൻ്റെ അർത്ഥം. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് ഇന്ധന ഉപയോഗം കുറയ്ക്കണം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, ആദ്യം പറഞ്ഞ സ്വർണത്തിന്റെ ഒഴിച്ച് ഈ വിദേശയാത്ര കുറയ്ക്കണമെന്ന് അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെടുന്ന സമയത്ത് നമുക്ക് ഒന്നടങ്കം 150 കോടി ജനങ്ങളുള്ള ഈ രാജ്യത്തിലെ എല്ലാവരും തൊഴുകയോടെ നമുക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാം, ബഹുമാന്യനായ പ്രധാനമന്ത്രിജി, ഞങ്ങൾ വിദേശയാത്ര കുറയ്ക്കാം, അങ്ങും അതൊന്ന് കുറയ്ക്കണമേ. ഞങ്ങളുടെ കയ്യിൽ കിടക്കുന്ന കാശെടുത്ത് ഞങ്ങളുടെ ടാക്സ് വാങ്ങിക്കൊണ്ട് അങ്ങ് ഉലകം ചുറ്റുന്ന മന്നനായി ലോകത്തിന്റെ ഗുരുജിയായിട്ടൊക്കെ അറിയാനായിട്ട് ഈ പാഞ്ഞു നടക്കുമ്പോൾ ഞങ്ങളോട് ഈ പറയുന്ന ഉപദേശം അങ്ങയുടെ ജീവിതത്തിൽ ഒന്ന് പ്രായോഗികമാക്കണേ. അതേപോലെ ഇന്ധന ഉപയോഗം കുറയ്ക്കണമെന്ന് അങ്ങ് പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും കുറയ്ക്കാം. എന്തിനാണ് അങ്ങേക്ക് അംഗരക്ഷകർ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് 10ഉം 100ഉം കാറുകളൊക്കെ? അതൊക്കെ ഒന്ന് ഒഴിവാക്കി അങ്ങയുടെയും വേണമെങ്കിൽ 2 വണ്ടി മുന്നിലും പുറകിലുമായിട്ട് ഓരോ വണ്ടികളും കൂടെ പോരെ. അങ്ങേ ആർക്കും ഉപദ്രവിക്കാൻ ഇഷ്ടമില്ലെന്നേ. അങ്ങക്ക് പ്രിയപ്പെട്ടവനല്ലേ. അങ്ങേ ആരും ഒന്നും ചെയ്യാല. അതുകൊണ്ട് അങ്ങ് ഒരു കാര്യം ചെയ്താൽ മതി, രാവിലെ എഴുന്നേറ്റിട്ട് യാത്ര ചെയ്യാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ സാധ്യമാണെങ്കിൽ നടന്നു പോവുക. കുറെ ദൂരം നടക്കുന്ന ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. യോഗ ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറെ നടക്കുക. ബാക്കി ഏതെങ്കിലും ഒരു ടാക്സി പിടിച്ചോ അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷയിലൊക്കെ കയറി ഒന്ന് പോയി നോക്കി. അപ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്ത് ഈ ഇന്ധനത്തിന്റെ ഉപയോഗമൊക്കെ ഒരുപാട് കുറയാനായിട്ട് സാധിക്കും. അങ്ങാണ് ഇവിടുത്തെ ഇന്ധനത്തിന്റെ നല്ല ഭാഗം ഉപയോഗിക്കുന്നതെന്നൊക്കെ ചില ആളുകൾ ദോഷേക ദൃഷ്ടികളൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതിനോട് യോജിക്കുന്നില്ലെങ്കിലും അതിനകത്ത് ചെറിയ വാസ്തവമില്ലേ എന്ന് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുമുണ്ട് കേട്ടോ. അതുകൊണ്ട് അങ്ങ് അതൊന്ന് കുറയ്ക്കുന്നത് നന്നായിരിക്കും. അങ്ങ് പറയുന്നത് ഞങ്ങള് വാഹനം ഉപയോഗിക്കുന്നത് കുറയ്ക്കണം, അതേപോലെ തന്നെ വിദേശയാത്ര ചെയ്യരുത്. അപ്പൊ വിദേശത്തുനിന്ന് ആരും ഇങ്ങോട്ടും വരണ്ട, ഇവിടെ ഉള്ളവർ വിദേശത്തേക്കും പോകരുത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കാരണം നമുക്ക് നമ്മുടെ സനാതന ധർമ്മത്തിലേക്ക് മടങ്ങിപ്പോയി കഴിഞ്ഞാൽ ഓരോരുത്തരും ജനിച്ചു വളർത്തപ്പെട്ട അല്ലെങ്കിൽ ജനിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു ജാതി ഉണ്ടല്ലോ, ആ ജാതി തൊഴിലും ചെയ്ത് നമ്മുടെ രാജ്യത്ത് നമുക്ക് ജീവിക്കാം എന്നുള്ള ആ ഒരു പൊതു തത്വത്തിലേക്കാണ് അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ചില ആളുകളൊക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയാണോ, അതാണോ അർത്ഥമാക്കിയെന്നുള്ളത് ഗുരുജി ഒന്നുകൂടെ പറയുന്നത് നന്നായിരിക്കും. ഇതൊക്കെ അദ്ദേഹം പറയുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയെ കണക്കിലെടുത്താണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അപ്പൊ ഒന്നാമതായിട്ട് ഇന്ത്യക്ക് സ്വർണവും എണ്ണയും ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. അപ്പൊ ഇന്ത്യക്ക് ആവശ്യമായ സ്വർണം, ക്രൂഡ് ഓയിൽ മിക്കതും വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് വാങ്ങിക്കേണ്ടി വരുന്നത്. ഇതിനായിട്ട് ഇന്ത്യ അമേരിക്കൻ ഡോളർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ജനങ്ങൾ കൂടുതൽ സ്വർണം വാങ്ങുകയും വിദേശ യാത്രകൾ വർദ്ധിക്കുകയും ചെയ്താൽ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ഡോളർ പുറത്തേക്ക് പോകും. രൂപയുടെ മൂല്യം കുറയും. ഇപ്പൊ തന്നെ ഒരു ഡോളർ സമയം 98 രൂപ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിജി മുമ്പ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അന്നത്തെ പ്രധാനമന്ത്രിജിയോട്
വളരെ പരിഹാസമായിട്ട് പറയുമായിരുന്നു, നിങ്ങൾ $1 100 ആക്കി മാറ്റും എന്ന്. ഇപ്പം ആ പരിഹസിച്ചതായിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രിജിയുടെ കാലത്ത് തന്നെ ഇങ്ങനത്തെ ഒരു ഗതികേടിലൂടെ അദ്ദേഹത്തിന് കടന്നു പോകേണ്ടി വരുന്നു എന്നുള്ളതാണ് കാലത്തിന്റെ നീതി വ്യവസ്ഥ എന്ന് പറയുന്നത്. രൂപയുടെ മൂല്യം കുറയുന്ന സമയത്ത് വിലക്കയറ്റം വർദ്ധിക്കും. ഇപ്പോൾ തന്നെ എല്ലാ സാധനങ്ങൾക്കും പ്രത്യേകിച്ച് ഭക്ഷ്യവസ്തുക്കൾക്കൊക്കെ വില വർദ്ധിച്ചിട്ടുണ്ട്. അതൊക്കെ അറിയാതെ അദ്ദേഹം കണ്ണടച്ച് ഇരുട്ടാക്കുകയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യക്ക് ഇതിന്മേൽ എന്തെങ്കിലും ഒരു മാറ്റമുണ്ടോ, പ്രതീക്ഷയുണ്ടോ? ഉണ്ട്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ജനസംഖ്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഇന്ത്യ, അതിന്റെ പോപ്പുലേഷൻ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ശക്തമായ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ, യുവജന ശക്തി, സേവന മേഖലയുടെ വളർച്ച, അടിസ്ഥാന സൗകര്യ വികസനം, ഇവ ഇന്ത്യയെ പൂർണ്ണ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. എന്നാൽ അത് കൃത്യമായിട്ട് ഉപയോഗിക്കുവാൻ തക്കവണ്ണമുള്ള പരിജ്ഞാനം നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്കുണ്ടാകണം. വെറുതെ വാചകം അടിച്ചുകൊണ്ട് കാര്യമായില്ല. ആളുകൾക്ക് തൊഴിലുണ്ടാകുവാൻ, പുതിയ പുതിയ തൊഴിൽ മേഖലകൾ ഉണ്ടാകുവാൻ ഇടയാക്കണം. EV വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് ഇപ്പോഴുള്ള ടാക്സിനൊക്കെ എക്സംഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ EVയിലേക്കൊക്കെ തിരിയാനായിട്ട് ഇടയായിത്തീരും. പെട്രോൾ ഉൽപ്പന്നങ്ങളെ ഉപയോഗമൊക്കെ കുറയ്ക്കാനായിട്ട് അത് മുഖാന്തരം ഇടയായിത്തീരുകയും ചെയ്യും. അപ്പൊ സാമ്പത്തിക മാന്ദ്യം ഒരു രാജ്യത്തിന്റെ എല്ലാ മേഖലകളെയും ബാധിക്കുമെന്ന് മറന്നു പോകരുത്. തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ദാരിദ്ര്യവും ബിസിനസ് തകർച്ച ഇതെല്ലാം തന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ആണ് സർക്കാർ അനാവശ്യ ചെലവുകളൊക്കെ കുറയ്ക്കാനായിട്ട് പറയുന്നത്, സ്വർണം വാങ്ങരുതെന്ന് പറയുന്നതൊക്കെ. അപ്പോൾ ഒരു കാര്യം സർക്കാരിനോട് ആവശ്യപ്പെടാനായിട്ടുള്ളത്, നിങ്ങളുടെ മന്ത്രിമാർക്ക് കൊടുക്കുന്ന അലവൻസുകളും നിങ്ങളുടെ മന്ത്രിമാർ ഉപയോഗിക്കുന്ന വാഹന അകമ്പടികളും ഒക്കെ വെട്ടിച്ചുരുക്കാനായിട്ടും കൂടെ മനസ്സ് കാണിക്കണം. ഇത് ഞങ്ങൾ തരുന്ന സാമ്പത്തിക ഭദ്രതയില്ലായ്മയിൽ നിന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കുന്ന GST പോലുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. ഉപദേശമൊക്കെ കൊള്ളാം ഗുരുജി, പക്ഷേ അങ്ങ് അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിഷമം. അതങ്ങ് മനസ്സിലാക്കണം. സൂക്ഷ്മമായ സാമ്പത്തിക നയങ്ങളും ജനങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് ഈ പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയൂ എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും സഹകരിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ മന്ത്രി പൊങ്കുവന്മാരും തീർച്ചയായിട്ടും ഇത് പാലിക്കാൻ, അതുപോലെ സർക്കാർ ജീവനക്കാരും ഈ കാര്യങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അടിക്കടി കൂട്ടിക്കൊടുക്കുന്ന ശമ്പളം, വേതനമൊക്കെ വർധനവ്, സർക്കാർ ജീവനക്കാർക്ക് വേതനങ്ങളൊക്കെ കൂട്ടിക്കൊടുക്കുമ്പോൾ പാവപ്പെട്ട ജനങ്ങള് കൂടുതൽ കഷ്ടപ്പെടുന്നു എന്നുള്ളത് നിങ്ങൾ അറിയുകയും വേണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥിതികൾക്ക് ഒരു ഉയർച്ച ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.